ഹായ്, ഞാൻ ഇന്ന് ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സസിന് ഓസ്ട്രേലിയയിലേക്കുള്ള രജിസ്ട്രേഷൻ, അപ്ര രജിസ്ട്രേഷൻ കിട്ടാനുള്ള പാത്വേസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്ര രജിസ്ട്രേഷന് 2 പാത്വേ ആണുള്ളത്. ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റും ഡയറക്റ്റ് രജിസ്ട്രേഷൻ പാത്വേയും. ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 മുമ്പ് നഴ്സിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്. ഔട്ട്കം ബേസ്ഡ് അസസ്മെൻ്റ് ആണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മിക്കതും എൻക്ലെക്സ്, ഓസ്കി അതുള്ള പാത്വേയാണ് ഈ ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്. 2017 ശേഷം പഠിച്ചിറങ്ങിയവർക്ക് ചില ക്ലോസസ് ഉണ്ട്, അത് ഞാൻ പറയാം. അവർക്ക് ചെയ്യാവുന്ന രജിസ്ട്രേഷൻ പാത്വേ ആണ് ഡയറക്റ്റ് രജിസ്ട്രേഷൻ പാത്വേ. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ് എന്താ നോക്കാം. ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് ചെക്ക് ആണ്. അതായത് www.apra.gov.au എന്ന് പറഞ്ഞിട്ട് അപ്രയുടെ സൈറ്റിൽ നമ്മളൊരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ടാക്കി വെക്കണം. ആ ലോഗിൻ ക്രെഡൻഷ്യൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്രയ്ക്ക് ഒരു IQ അസസ്മെൻറ്റ് ഫീ അടയ്ക്കണം. അതാണ് $640 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ഒരു ഇതുണ്ട്, ലേണിംഗ് മൊഡ്യൂളുണ്ട്, ഒരു 60 to 90 മിനിറ്റ്സ് ലോങ് ചെയ്യുന്നത്. നമ്മളെടുക്കുന്ന ടൈം അനുസരിച്ചിട്ടിരിക്കും. വേണമെങ്കിൽ 60 മിനിറ്റ് കൊണ്ട് തീർക്കാം, അല്ലെങ്കിൽ 90 മിനിറ്റ്സ് വരെ മാക്സിമം എടുക്കുള്ളൂ. അങ്ങനെ ചെയ്ത് ആ ഒരു ലേണിംഗ് മൊഡ്യൂൾ പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോർട്ട്ഫോളിയോ ക്രിയേഷനിൽ നമ്മുടെ എല്ലാ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽസും വർക്ക് എക്സ്പീരിയൻസ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് അവർ അസസ് ചെയ്ത് അവരതിൽ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് NCLEX-RN എക്സാമിനുള്ള ഒരു പെർമിഷൻ തരും. അപ്പോൾ NCLEX-RN എക്സാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ US-ലുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ് NCLEX-RN എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ആ NCLEX-RN എക്സാമിന് $, ഏകദേശം ഒരു $350 ആവും. അത് പേ ചെയ്ത് പിയേഴ്സൺ ടെസ്റ്റ് സെൻറ്റേഴ്സിൽ പോയിട്ട് NCLEX-RN എക്സാം എഴുതണം. ഓൺലൈൻ എക്സാമാണ്. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ എക്സാം റിസൾട്ട് ഡയറക്റ്റ്ലി പിയേഴ്സൺ അപ്രയിലോട്ടാണ് ഇൻഫോം ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് എക്സാം റിസൾട്ട് കിട്ടില്ല. വൺസ് ആ റിസൾട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രയിൽ നിന്നൊരു ഇമെയിൽ നമുക്ക് വരും, നമ്മളുടെ NCLEX-RN ക്ലിയർ ആയിട്ടുണ്ട്, നമുക്ക് ഓസ്കിക്കുള്ള ഡേറ്റ്സിന് ഓസ്കി എക്സാം എഴുതാൻ നമ്മളിനി എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓസ്കി എക്സാം എഴുതാന്നുള്ളതാണ്. ഓസ്കി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്ലി സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ എക്സാം എന്നാണ്. അപ്പം NCLEX-RN വഴി അവർ നമ്മളുടെ തിയററ്റിക്കൽ നോളേജ് എല്ലാം അസസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർക്ക് അറിയേണ്ടത് നമ്മൾ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമ്മളുടെ നാട്ടിലെ പ്രാക്ടീസസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ പ്രാക്ടീസ്, നഴ്സിംഗ് പ്രാക്ടീസ്. ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, ക്രിട്ടിക്കൽ തിങ്കിങ് യൂസ് ചെയ്യണം. പിന്നെ നമ്മളൊരു ടീം എൻവയോൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ ഓസ്കി എക്സാം സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പം ഓസ്കി എക്സാമും കൂടെ നമ്മൾ പാസ്സായെങ്കിൽ മാത്രമാണ് നമ്മൾ രജിസ്ട്രേഷന് എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ ഈ ഓസ്കി എക്സാമിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം $4000 ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ്. ഓസ്ട്രേലിയയിലോട്ട് വന്നിട്ട് വേണം ഈ ഓസ്കി എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അത് മെൽബണിലും അഡിലേഡിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ എക്സാംസ് നടക്കുന്നത് മെൽബണിലാണ്. പിന്നെ ആ എക്സാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓറിയൻറ്റേഷൻ പാർട്ട് 2 അറ്റൻഡ് ചെയ്യണം. അതും 60 to 90 മിനിറ്റ്സ് ആണ്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാം. അന്നേരം ഏകദേശം ഒരു 600 കുറച്ചുകൂടെ 600 അറൗണ്ടുള്ളൊരു ഫീസ് രജിസ്ട്രേഷനും നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പം ഇതാണ് OBA ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ് പ്രോസസ്സ്. ഇനി ഡയറക്റ്റ് രജിസ്ട്രേഷൻ പാത്വേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ശേഷം നഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ പഠിച്ചിറങ്ങിയവരും ആയിരിക്കണം. സെയിം ജൂറിഡിക്ഷൻ ഉള്ള കൺട്രീസ് എന്ന് പറയുന്നത് UK, US, കാനഡയുടെ ചില പ്രൊവിൻസസ്, സിംഗപ്പൂർ, അയർലൻഡ്. ഇങ്ങനെ ഈ രാജ്യങ്ങളിൽ ഒരു 1800 മണിക്കൂറെങ്കിലും നഴ്സായിട്ട് പെയ്ഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ NCLEX-RNനും ഓസ്കിയും ഒന്നും എഴുതേണ്ട കാര്യമില്ല. പക്ഷേ അതിന് പറയുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് 2017 ശേഷം പഠിച്ചിറങ്ങിയവരായിരിക്കണം. 2017 ശേഷം ഈ പറഞ്ഞ കൺട്രീസിൽ 1800 മണിക്കൂറെങ്കിലും അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്ന ഇംഗ്ലീഷ് എക്സാം ഉള്ള ഇംഗ്ലീഷ് എക്സാം സ്കോർ ആവശ്യമാണ് രജിസ്റ്റർ ചെയ്യാനായിട്ട്. വേറെ എക്സാംസ് ഒന്നും അവർക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഇതാണ് ജനറലായിട്ട് ഓസ്ട്രേലിയയിലോട്ട് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന നഴ്സസിനുള്ള 2 പോസിബിൾ വേസ് ഓഫ് രജിസ്ട്രേഷൻ പാത്വേ, OBA പാത്വേയും പിന്നെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ പാത്വേയും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം.